അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മധുഹൂത്ത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ബസ്മതി റൈസ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് പുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിലാണ് എടുക്കേണ്ടത്. പിന്നെ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു ചെറിയ രീതിയിൽ കളർ മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്പൈസസ് ആണ്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്കതിനൊരു പേസ്റ്റ് ഉണ്ടാക്കണം. തക്കാളി മല്ലിച്ചപ്പും അരച്ച് വെച്ചിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് തൈര്, പിന്നെ അതുപോലെ മസാലകളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള മസാലകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. ഇതിൽ ചിക്കൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോറിനും കൂടെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് ഇളക്കരുത്, ഉടഞ്ഞു പോവും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള മധുഹൂത്ത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കാൻ പാടില്ല. മധുഹൂത്ത് അത്യാവശ്യം ഒരു വെള്ളം പോലെ നിൽക്കുന്ന രീതിയിലുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വേവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക വന്നിട്ട് ടേബിളിൽ സൂപ്പറൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഒക്കെ കൂട്ടുന്ന സീനാണ് കേട്ടോ കാണുന്ന. അടിപൊളിയായിട്ടുള്ള റൈസാണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ.